ബെഞ്ചാരോ വ്ളോഗിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഉണ്ട്. ഇന്നും നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു സാധനമായിട്ടാണ് മുട്ട റോസ്റ്റ്. എല്ലാവരും വീട്ടിൽ വെക്കുന്നതായിരിക്കും. ഞാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം പുതിയൊരു ചട്ടിയൊക്കെ മേടിച്ച്, അപ്പോൾ നമ്മുടെ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തവ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മുടെ റോക്കറ്റ് അടുപ്പുണ്ട്. റോക്കറ്റ് അടുപ്പ് വെച്ചാണ് നമ്മൾ ഇന്നും പരീക്ഷിക്കുന്നത്. അപ്പം ഞാനൊരു ഗീവ് അവേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ റോക്കറ്റ് അടുപ്പിൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും പ്ലാനുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് പോയി കാണണം. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ മോനെ ഓടി സാധനം. നമുക്ക് മുട്ട റോസ്റ്റിന് വേണ്ട സാധനമാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾ 10 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് കടുക്, വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് തക്കാളിക്ക, ക്യാപ്സിക്കം, പച്ചമുളക്. ഇത്ര ഐറ്റമാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മസാലയ്ക്ക് വേണ്ടി സാധനം മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ് പൊടി, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. തീ നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് സബോള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വെന്ത് വാടിക്കിട്ടും. നല്ലപോലെ നമുക്കൊന്ന് വഴട്ടിയിട്ട് നമുക്ക് കോരി വയ്ക്കാം. അതിനുശേഷം നമ്മൾ അവിടെ എടുത്ത് വെച്ചേക്കുന്ന തക്കാളിക്ക എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളിക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഇത്രയും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഇത്രയ്ക്കും മതി. ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഇത് നമുക്ക് കോരി വയ്ക്കാം. നമ്മുടെ സബോള നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഇത്ര സാധനങ്ങൾ നമ്മളിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ മസാല നല്ല രീതിയിൽ വേണ്ട മൂത്ത് റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഇത് ഇച്ചിരി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മൾ ഉപ്പ് കുറച്ചിട്ടാണ് നമ്മൾ സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തത്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ പിന്നെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ മസാല നല്ല സെറ്റായത് കണ്ട ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് പക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ആ തക്കാളിക്കയും സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, അതൊന്ന് എരിയും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിന് നമ്മൾ മുട്ടയൊക്കെ അതിൻ്റെ അകത്തിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് അരപ്പ് പുരട്ടി വെച്ചേക്കാം, ഒന്ന് സെറ്റായി വരട്ടെ. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കോരി പാത്രത്തിലോട്ടാക്കാം. ആഹാ, നല്ല കളറ് മുട്ട ഒക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ പൊറോട്ടയും കൂട്ടിയുള്ള കഴിപ്പാണിന്ന്. നമുക്കിന്ന് നമ്മുടെ ഒരു പാർട്ടിയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അപ്പു ആണ് ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇത് വന്നിട്ട് കഴിച്ചു നോക്കട്ടെ. ഇച്ചിരി മുട്ടയൊക്കെ അങ്ങോട്ട് എടുത്ത് അല്ല സൂപ്പർ സാധനമാണ്. പൊറോട്ടയും മുട്ട റോസ്റ്റും പൊളിയല്ലേ? ആണോ? സൂപ്പറാ, സൂപ്പർ സാധനമാണ്. കണ്ടാ നല്ല മുളകൊക്കെ പിടിച്ച് നല്ല മുളകും നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുട്ട അങ്ങോട്ട് എടുത്ത് ചാറും അങ്ങോട്ട് കൂട്ടി ഇതേ ഇങ്ങനെ സൂപ്പർ സാധനമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഒരു പൊറോട്ട എടുത്ത് നമ്മുടെ ചട്ടിക്കകത്തിട്ട് കഴിച്ച് നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. പണ്ട് നമ്മുടെ മീൻകറി ചട്ടിയൊക്കെ നമ്മൾ വെറുതെ വിടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ കറി വെച്ച് കഴിഞ്ഞിട്ടുള്ള ചട്ടിയാണ്. അതിനെ അങ്ങോട്ട് ഇങ്ങനെ ആഹാ, അയ്യോ കൂടാ എന്നാ രുചിയായിരിക്കും അല്ലേ? മീൻകറി ചട്ടിയൊക്കെ നമ്മളിങ്ങനെ സൂപ്പറായിട്ട് നമ്മൾ ഇങ്ങോട്ട് പൊറോട്ടയൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇങ്ങനെ അങ്ങോട്ട് തൂത്ത് നമ്മളിങ്ങനെ അതിൻ്റെ ആ വക്കൊക്കെ ഇങ്ങനെ തൂത്ത് ഇങ്ങനെ എടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് ഞാൻ എൻ്റെ മോനെ പൊളി സാധനം.